MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലാ ലീഗയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഗെറ്റഫെയെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബാഴ്സലോണ. ഇപ്പോൾ ലാ ലീഗ ടേബിളിൽ ഒന്നാമതാണ് ബാഴ്സലോണ നിൽക്കുന്നത്. 11 പോയിന്റിൻ്റെ ലീഡ് ആണ് ഇപ്പോൾ ബാഴ്സലോണ നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് 85 പോയിന്റ് ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അത് 33 മത്സരങ്ങളിൽ നിന്ന്. ഇന്നത്തെ ഈ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് മാർക്കസ് റാഷ്ഫോർഡ്, ഫെർമിൻ ലോപ്പസ് എന്നിവരായിരുന്നു. ഇന്ന് ആദ്യ പകുതിയിൽ ബാഴ്സയ്ക്ക് അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിലായിരുന്നു ബാഴ്സ മികച്ച അറ്റാക്കിങ്ങിലൂടെ കളിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പെഡ്രി നൽകിയ ഒരു കിടിലൻ പാസിൽ നിന്നായിരുന്നു ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു കിടിലൻ ഗോൾ വരുന്നത്, അതും 45-ാമത്തെ മിനിറ്റിൽ. അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഗോൾ വരുന്നത് ലെവൻഡോസ്കിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു. നമുക്കറിയാം മാർക്കസ് റാഷ്ഫോർഡ് ഇന്ന് സബ്ബായിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്, അതും റോണിക്ക് പകരക്കാരനായിക്കൊണ്ട്. ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാഴ്സലോണ കളിച്ചിരുന്നത്. ഇന്നത്തെ ഈ മത്സരത്തിൽ ആധിപത്യം സൃഷ്ടിച്ചത് അത് ബാഴ്സ തന്നെയായിരുന്നു. ഇന്ന് ബാഴ്സലോണ 13 ഷോട്ടുകളായിരുന്നു ഉതിർത്തത്. അതിൽ നിന്നും ടാർഗറ്റിലേക്ക് വന്നത് 4 എണ്ണമായിരുന്നു. അതുപോലെ തന്നെ 4 ബിഗ് ചാൻസുകളും ഇന്ന് ബാഴ്സയ്ക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ 2 ബിഗ് ചാൻസുകളായിരുന്നു ഇന്ന് ബാഴ്സയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. മത്സരത്തിൻ്റെ അവസാന മിനിറ്റിൽ ജാഹ കൺസാലോ മാർക്ക് കെസാഡോക്ക് നൽകിയ ഒരു പാസ് അത് ഗോളാക്കി മാറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് ബാഴ്സ 3 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് മാർക്ക് കെസാഡോക്ക് അത് പോസ്റ്റിലേക്ക് എത്തിക്കാൻ ഇന്ന് കഴിഞ്ഞില്ല. ഇത് ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.